അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, പാലക്കാട് എന്താണ് സംഭവിച്ചത്? പാലക്കാട് അവസാന നിമിഷം വരെ ഉറച്ച വിജയപ്രതീക്ഷയിൽ ആയിരുന്നു. ചെറിയ ഭൂരിപക്ഷം എങ്കിലും ലഭിക്കും എന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ, സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, അവരൊക്കെ വലിയ വലിയ പ്രതീക്ഷയിലായിരുന്നു. എവിടെയാണ് അടിതെറ്റിയത് ശ്രീ പത്മനാഭൻ? അല്ല, പാലക്കാട് ബി.ജെ.പിയുടെ ഒരു സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ. ബി.ജെ.പി. ഇതുവരെ ജയിച്ചിട്ടില്ലല്ലോ. അതേസമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിക്ക് മുനിസിപ്പൽ ഇലക്ഷനിൽ മുൻതൂക്കം കിട്ടാറുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി. ലീഡ് ചെയ്യാറുമുണ്ട്. എന്നാൽ പഞ്ചായത്തുകളിൽ രായിരി പഞ്ചായത്തിൽ യു.ഡി.എഫും അതേപോലെ മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ എൽ.ഡി.എഫുമാണ് ലീഡ് ചെയ്യുക. അത് അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായി മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് ലീഡ് ചെയ്തു എന്നുള്ള സത്യമാണ്. ഈ ആൻറ്റി ഇൻക്യുംബൻസി എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അതോടൊപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. പാലക്കാട് ബി.ജെ.പി. ഏറ്റവും അടുത്ത് വന്നത് തന്നെ 3800-ൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോഴാണ്. ആ സമയത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ലോക പ്രശസ്തനായ മെട്രോമാനാണ്. ഇന്നിപ്പോൾ മത്സരിച്ചത് ബി.ജെ.പിയുടെ ഒരു നേതാവ് മാത്രമായിട്ടുള്ള ഒരു സംസ്ഥാന നേതാവും നേരത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിട്ടുള്ള കൃഷ്ണകുമാർജിയാണ്. അപ്പോൾ ശ്രീധരൻ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു എന്താ പറയുക, വലിയ മനുഷ്യനാണ്, ലോകം അറിയപ്പെടുന്ന ആളാണ്, ഭാരതം മുഴുവൻ പേരുകേട്ട ആളാണ്. അപ്പോൾ ആ ഒരു മുൻതൂക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ എങ്കിലും മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്, അത് തർക്കമൊന്നുമില്ല. പക്ഷേ പാലക്കാട്ട് ബി.ജെ.പിക്ക് സ്വല്പം വോട്ട് കുറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അത്ര തന്നെ വോട്ട് ചേലക്കരയിൽ വർദ്ധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ശതമാനക്കണക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പാലക്കാട് വോട്ട് കുറഞ്ഞപ്പോൾ ചേലക്കരയിൽ വോട്ട് കൂടി. 23,000 വോട്ട് 33,000 വോട്ടായി. പാലക്കാട് 39,000 50,000 എന്നുള്ളത് 39,000 ഏതാണ്ട് 10,000 അവിടെ കൂടിയപ്പോൾ ഇവിടെ 10,000 കുറഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ബി.ജെ.പി. കേരളം ഭരിക്കുന്ന പാർട്ടിയല്ല, എം.എൽ.എ. ഉള്ള പാർട്ടിയല്ല, പ്രധാന പ്രതിപക്ഷ പാർട്ടിയുമല്ല. അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അത്ര സുഖകരമായിരിക്കില്ല ഉപതെരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ പിന്നെ ശ്രീധരനെ പോലെയോ ശ്രീ ഒ രാജഗോപാലിനെ പോലെയോ ഒക്കെയുള്ള പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. അത് ഒരു ഏറ്റവും കൂടുതൽ ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു നഗര നിയോജക മണ്ഡലമാകുമ്പോൾ പ്രത്യേകിച്ചും. ചേലക്കര ഒരു ഗ്രാമീണ മണ്ഡലമാണ്. അവിടെ കുറച്ചും കൂടിയും ലോക്കൽ കാൻഡിഡേറ്റ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പം ഇത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ പശ്ചിമ ബംഗാളിൽ 4 മമതാ ബാനർജിയാണ്, 6 4-6 മമതാ ബാനർജിയാണ് ജയിച്ചത്, ഭരണകക്ഷിയാണ്. കർണാടകയിൽ 3 കോൺഗ്രസ്സാണ് ജയിച്ചത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട UPA സഖ്യം പരാജയപ്പെട്ടു. ബി.ജെ.പിക്ക് 9-ൽ 7 സീറ്റ് ബി.ജെ.പിക്ക് കിട്ടി. മധ്യപ്രദേശിലെ എല്ലാ സീറ്റും ബി.ജെ.പി. ജയിച്ചു. രാജസ്ഥാനിലെ എല്ലാ സീറ്റും ബി.ജെ.പി. ജയിച്ചു. ഉത്തരാഖണ്ഡ് ബി.ജെ.പി. ജയിച്ചു. ഗുജറാത്തിലെ ഏക ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പി. ജയിച്ചു. അപ്പോൾ ഇതൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആരാണോ ജയിച്ചത് അവർ തന്നെ ഏതാണ്ട് നിലനിർത്തിയിരിക്കുകയാണ്, 1-2 സീറ്റുകൾ ഒഴികെ. ഒരു സീറ്റ് കർണാടകയിലും ഒരു സീറ്റ് പശ്ചിമ ബംഗാളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഏതാണ്ട് അതേ നിലവാരത്തിലാണ് നടക്കുന്നത്. വലിയ ഒരു വ്യത്യാസമൊന്നും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്രയിലെ നന്ദദിൽ ലോക്സഭാ സീറ്റ് ബി.ജെ.പി. പിടിച്ചെടുത്തു. പക്ഷെ അത് 2019-ൽ ബി.ജെ.പി. ജയിച്ച സീറ്റായിരുന്നു. 24-ലെ തെരഞ്ഞെടുപ്പിൽ എന്തോ കോൺഗ്രസിന് കിട്ടി. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ സ്ഥാനാർത്ഥിയായ അവിടെ ജയിച്ച MP മരണപ്പെട്ടു. ഇപ്പോൾ അത് തിരിച്ച് ബി.ജെ.പി. തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ ഒരു മാറ്റമൊന്നും എവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
യെസ് സർ.